നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. സംയമനത്തോടെ ഇരിക്കുന്ന ഒരു രാജ്യമല്ല, മറിച്ച് വേണ്ടടുത്ത് കൃത്യമായി തിരിച്ചു കൊടുക്കാൻ പാങ്ങുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് തെളിയിക്കുന്ന ഒട്ടേറെ സംഭവ വികാസങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് സംഭവിച്ചു. ഇന്ത്യയുടെ പ്രതിരോധ രംഗം, പ്രത്യേകിച്ച് തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളുടെ പോരാട്ട വീര്യം കാണിക്കുന്നതായിരുന്നു പാകിസ്ഥാൻ മേലുള്ള തിരിച്ചടി. ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിനിടെ പാകിസ്ഥാന്റെ ഫത്തേ-1 മിസൈലിനെ നിഷ്പ്രഭമാക്കിയ ഇന്ത്യൻ മിസൈൽ സംവിധാനം കണ്ടുഞെട്ടിയത് ഒട്ടേറെ രാജ്യങ്ങളാണ്. അതിൽ ഫിലിപ്പീൻസ് അത്ഭുതം പ്രകടിപ്പിക്കുകയും ഇന്ത്യയുമായി ബന്ധപ്പെടുകയും ഉണ്ടാവുകയായിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സർഫസ് ടു എയർ മിസൈലായ ആകാശ്-1 റോക്കറ്റുകളിലാണ് ഫിലിപ്പീൻസ് താൽപര്യം കാണിച്ചിരിക്കുന്നത്. ചൈനയുടെ സമുദ്രമേഖല എതിരാളികളിൽ ഒന്നാണ് ഫിലിപ്പീൻസ്. തെക്കൻ ചൈന കടലിൽ ചൈനയുമായുള്ള അസ്വസ്ഥതകൾ ശക്തമായിരിക്കെ വ്യോമ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഫിലിപ്പീൻസ്. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിന് ഇതിനോടകം തന്നെ നിരവധി രാജ്യങ്ങൾ ഉപഭോക്താക്കളായി ഉണ്ട്. ബ്രഹ്മോസിന് പിന്നാലെ ഇപ്പോൾ ആകാശ്-1 മിസൈലിനും ആവശ്യക്കാർ ഏറി വരികയാണ്. അതിവേഗം നീങ്ങുന്ന വ്യോമ ഭീഷണികൾ നിർവീര്യമാക്കാൻ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഈ മിസൈൽ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി നേരിടാനുള്ള മാർഗമായി രാജ്യങ്ങൾ പരിഗണിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ നാഷണൽ ഡെവലപ്മെന്റ് കോംപ്ലക്സ് വികസിപ്പിച്ച ഫത്തേ-1 എന്ന ഗാരഡ് റോക്കറ്റിനെ വീഴ്ത്തിയാണ് ആകാശ്-1 ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയത്. 140 കിലോമീറ്റർ ദൂരപരിധിയിൽ ലക്ഷ്യം ഭേദിക്കാൻ കെൽപ്പുള്ള ഫത്തേ-1 മിസൈലിനെ ആകാശ്-1 മിസൈൽ വഴിയിൽ തടഞ്ഞു വീഴ്ത്തുകയായിരുന്നു. ഫത്തേ-1 മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കാണിച്ച് തെളിവ് നിരത്തിയാണ് ഇന്ത്യ ആകാശ്-1 മിസൈലിന്റെ നേട്ടം ലോകത്തെ അറിയിച്ചത്. വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനമാണ് ആകാശ്-1. 20 കിലോമീറ്റർ ഉയരത്തിൽ 45 പരിധിയിലുള്ള ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ ഇതിന് സാധിക്കുന്നതാണ്. താഴ്ന്നു പറക്കുന്ന ക്രൂയിസ് മിസൈലുകളെയും ഡ്രോണുകളെയും ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളെയും പ്രതിരോധിക്കാൻ ആകാശ്-1 പ്രാപ്തമാണ്. തദ്ദേശീയമായി വികസിപ്പിച്ച ആക്റ്റീവ് റേഡിയോ ഫ്രീക്വൻസി സീക്ക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ മിസൈൽ സംവിധാനത്തിന് അതിവേഗം നീങ്ങുന്ന വ്യോമ ഭീഷണികൾ കണ്ടെത്തി കൃത്യമായി തകർക്കാൻ കഴിയുന്നതാണ്. ഒരേ സമയം 64 ടാർഗറ്റുകൾ ട്രാക്ക് ചെയ്യാനും 12 മിസൈലുകൾ നിയന്ത്രിക്കാനും ശേഷിയുള്ള രാജ്യാന്തര ഫേസ്ഡ് അറേ റഡാർ സംവിധാനമാണ് ഈ മിസൈലുകൾക്ക് പിന്തുണ ഏകുന്നത്. ഇതുവഴി ഒന്നിലധികം ദിശകളിൽ നിന്നുള്ള ഭീഷണികൾ കണ്ടെത്തി പ്രതിരോധിക്കാൻ ആകാശ്-1 മിസൈലുകൾക്ക് സാധിക്കുന്നതാണ്. റഷ്യൻ ഇസ്രായേലി കമ്പനികളായ റഫാലും IAIയും വികസിപ്പിച്ച സ്പൈഡർ മിസൈൽ സംവിധാനമാണ് ഫിലിപ്പീൻസ് നിലവിൽ ഉപയോഗിക്കുന്നത്. പൈത്തൺ 5 ഡെർബി മിസൈലുകൾ ഉപയോഗിച്ചുള്ള ഷോർട്ട് ടു മീഡിയം റേഞ്ച് പ്രതിരോധമാണ് ഇത് ഉറപ്പു നൽകുന്നത്. ആകാശ്-1 മിസൈൽ എത്തുന്നതോടെ ഫിലിപ്പീൻസിന്റെ വ്യോമ പ്രതിരോധത്തിന് അധിക ശേഷി ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഡ്രോണുകളെയും റോക്കറ്റ് ആക്രമണങ്ങളെയും നേരിടാൻ ഫിലിപ്പീൻസിന് സാധിക്കുന്നതാണ്. ഇന്ത്യയുടെ പ്രതിരോധ രംഗം അതിശയകരമായി വളരുകയാണ്. ആവശ്യമുള്ള ആയുധങ്ങൾ നമ്മൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും താല്പര്യമുള്ള രാജ്യങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയും ഇന്ത്യ അങ്ങനെ മുന്നേറുകയാണ്.